നമസ്കാരം. നമ്മുടെ നാട്ടിലെ കിഫ്ബി റോഡുകൾക്ക് ചുങ്കം ചുമത്താനുള്ള ആലോചന ഒരു അഭ്യൂഹമോ വ്യാജ നിർമ്മിതിയോ അല്ല. വൻകിട പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചത് ഇടതുമുന്നണി കൺവീനർ തന്നെയാണ്. ചുങ്കം പിരിക്കാൻ അനുവദിക്കില്ലെന്നും കിഫ്ബി കേരളത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞുവെന്നും പ്രതിപക്ഷം പ്രതികരിച്ചു. LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്ന കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ കിഫ്ബിയെ സംബന്ധിച്ച് ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. റവന്യൂ ജനറേഷൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചുങ്കപ്പാതയ്ക്കെതിരെ വിളിച്ച മുദ്രാവാക്യങ്ങളും നയിച്ച സമരങ്ങളും അധികാരത്തിലിരിക്കുമ്പോൾ അപ്പാടെ വിഴുങ്ങിയോ എന്നാണ് CPM-നോടുള്ള വിമർശകരുടെ ചോദ്യം. വരവില്ലാതെ കടം മാത്രം പെരുകുന്ന സംസ്ഥാന ഖജനാവിൽ 4 കാശ് വീഴാൻ പുതിയ മാർഗങ്ങൾ വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ ന്യായമെങ്കിൽ അതിന്റെ പിഴത്തുക പേറേണ്ടത് പൊതുജനമാണോ? എൻകൗണ്ടർ പ്രൈം എന്നീ വിഷയം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിഥികളായി ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ ചേരുന്നത് CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ M പ്രകാശൻ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ അബിൻ വർക്കി, അഡ്വക്കേറ്റ് PK കൃഷ്ണദാസ് BJP-യെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജും ഇന്ന് നമ്മുടെ അതിഥിയാണ്. പ്രകാശൻ മാസ്റ്ററെ, ഈ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പാലങ്ങളുടെ ടോൾ പിരിവ് നിർത്തലാക്കുമെന്നത് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. താങ്കൾക്കറിയാമല്ലോ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ള, അതായത് പൊതുമരാമത്ത് പാലങ്ങളുടെ ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ടോൾ രഹിത റോഡ് എന്നതാണ് CPM-ന്റെ നയം. മാഷിന് ഓർമ്മയുണ്ടല്ലോ. മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ടോൾ പിരിക്കുന്ന കാര്യം ആലോചനയിലേ ഇല്ല എന്നാണ്. അതായത് ഈ കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ടോൾ പിരിവെന്ന ആലോചനകളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ ആലോചനയുണ്ടോ എന്ന് പ്രതിപക്ഷ MLA-മാർ ചോദിച്ചപ്പോൾ, അതായത് VT ബൽറാം, IC ബാലകൃഷ്ണൻ, AP അനിൽകുമാർ, അനിൽ അക്കരെ ഇവരാണ് സഭയിൽ ആ ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ ഒരു ആലോചനയേ ഇല്ല എന്നാണ്. അപ്പോൾ ഇടതുമുന്നണി പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി, CPM-ന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി, നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യത്തിന് ധനമന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടിയ നൽകിയ മറുപടിക്ക് വിരുദ്ധമായി ഇപ്പോൾ പണപ്പിരിവ് അല്ലെങ്കിൽ ചുങ്കപ്പിരിവ് നടത്താമെന്ന് സർക്കാർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്തരമൊരു ആലോചനയിലേക്ക് സർക്കാരിന് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര കോൺഗ്രസ് BJP ഗവൺമെൻറ്റുകൾ ജനങ്ങളുടെ സേവനവുമായി ബന്ധപ്പെട്ട മേഖലക്കകത്ത് അവയെല്ലാം വ്യാപാരവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് നിങ്ങൾക്കറിയുന്നതാണ്. റോഡാവട്ടെ, റെയിലാവട്ടെ, ആശുപത്രിയാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, അവയെല്ലാം സ്വകാര്യ മൂലധന ശക്തികൾക്ക് വിട്ടുകൊടുത്ത് ലാഭം ഉണ്ടാക്കാനുള്ള നിലപാട് സ്വീകരിച്ചത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അത് ഈ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് അതേപടി തുടരുക, അതിനൊക്കെ ശക്തിപ്പെടുത്തി തുടരുക. ഇതാണ് BJP-യുടെ ഗവൺമെൻറ് ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഈ സേവന കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ്റാണ് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. റോഡ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം, റെയിൽ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ അവയെല്ലാം ഗവൺമെൻറ് കൈകാര്യം ചെയ്യണം. എന്നാൽ ഇതിന് തികച്ചും ഘടകവിരുദ്ധമായൊരു നിലപാട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് എടുക്കുകയാണ് കോൺഗ്രസിനെയും BJP-യുടെ ഗവൺമെൻറ്റുകൾ. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഒരുപാട് കാലം കേരളത്തിൽ NH വികസനം ഉണ്ടായില്ല. എന്താ കാരണം? NH വികസനം എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് ടോൾ പിരിച്ചുകൊണ്ട് മാത്രം സ്വകാര്യ മൂലധനത്തിന് വിട്ടുകൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. ഫലം എന്താ? ഫലം ഒരുപാട് വർഷക്കാലം NH വികസനം കേരളത്തിൽ ഉണ്ടായില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടുകൾ രാജ്യത്തിന് മേലെയാകെ അടിച്ചേൽപ്പിക്കുകയാണ്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ മേലെ.
ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയം എന്താ? കിഫ്ബിയെ സംബന്ധിക്കുന്ന ചർച്ച ആദ്യമായിട്ടല്ലല്ലോ നടക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം ഏറ്റവും ഏറെ ചർച്ച നടത്തിയ വിഷയമാണ് കിഫ്ബി. കിഫ്ബി എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വികസനം ഉണ്ടാക്കിയ മറ്റൊരു സംവിധാനം ഈ കേരളത്തിലില്ല. 87,437 കോടിയുടെ 1149 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്ന ഈ സ്ഥാപനം. ആ സ്ഥാപനത്തോട് എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റും കോൺഗ്രസും എടുക്കുന്ന നിലപാട്? ആ സ്ഥാപനം കളവാണ്, ആ സ്ഥാപനം അന്യായമാണ്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച മസാല ബോണ്ട്, അതിൻ്റെ മേലെ കേരളത്തിലെ ധനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനടക്കമുള്ള കാര്യങ്ങളല്ലേ BJP ആലോചിച്ചത്? അതിനെല്ലാം ഹല്ലേലൂയ പാടുന്ന നിലപാടല്ലേ ഇവിടെ ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ UDF-കാരും സ്വീകരിച്ചത്? എന്താ കിഫ്ബിക്കെതിരായിട്ട് പറയുന്നൊരു കാര്യം? കിഫ്ബിക്കെതിരായിട്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കിഫ്ബി എന്ന് പറയുന്നത് ബജറ്റേതര കടമല്ല എന്നാണ്. ഇക്കാലം അത്രയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രകാശ് മാഷെ, അതിനൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾ എന്ത് പിഴച്ചു മാഷെ? ഇന്നാട്ടിലെ ജനങ്ങൾ എന്ത് പിഴച്ചു? ഇപ്പൊ കിഫ്ബി ഔട്ട് ഓഫ് ദ ബജറ്റിൽ കൊണ്ടുവരുന്ന ഒരു വെഹിക്കിളാണ് എന്ന് ഡോക്ടർ TM തോമസ് ഐസക് കിഫ്ബി എന്ന ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ വിശദീകരിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ബാധ്യത ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ വന്ന് വീഴുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ലല്ലോ മാഷെ. അപ്പോൾ കിഫ്ബി അതൊരു ബജറ്റിന്റെ ഉള്ളടക്കത്തിൽ പെടുന്നതാണോ? ബജറ്റിന്റെ വരുതിയിൽ നിൽക്കുന്നതാണോ? ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഈ ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലെ സാമ്പത്തിക വിദഗ്ധരല്ലേ ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തത്? അല്ല 24 ഈ വിഷയത്തിൽ അല്ല നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥമായ കുറ്റക്കാരാരാണ് എന്ന് പറയാനുള്ള നട്ടല് 24-നില്ല. ശരി മാഷെ, ശരി മാഷിന് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ മാഷിന്റെ ശ്രദ്ധയിലേക്ക് CPM-ന്റെ പ്രകടന പത്രികയിലെ അനുബന്ധ 6-ൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്ന് ഞാൻ മാഷിന് വായിച്ചു കേൾപ്പിക്കാം. അല്ല 24-ന്റെ ആത്മാർത്ഥത അവിടെ നിൽക്കട്ടെ മാഷെ, നമ്മൾ പൊതുജനങ്ങളുടെ പ്രശ്നമാണല്ലോ ചർച്ച ചെയ്യുന്നത്. CPM-ന്റെ പ്രകടന പത്രികയിലെ അനുബന്ധ 6-ൽ പ്രകാശ് മാഷെ ഒരു മിനിറ്റ്, CPM-ലെ പ്രകടന പത്രികയിലെ അനുബന്ധ 6-ൽ പറയുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച പശ്ചാത്തല സൗകര്യങ്ങളുള്ള സംസ്ഥാനമായി കേരളത്തെ ഉയർത്തും. മാഷെ കിഫ്ബിയെ കുറിച്ച് CPM-ന്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം ജനമൊന്ന് കേൾക്കട്ടെ. ഭാവിയിലെ 2 ദശാബ്ദത്തെയെങ്കിലും വർഷം തോറുമുള്ള വരുമാനവും സർക്കാരിന്റെ നികുതി വിഹിതവും ആദായദാന പ്രൊജക്ടുകളുടെ തിരിച്ചടവും ബാധ്യതകളും നിരന്തരം താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് കിഫ്ബി പ്രോജക്റ്റുകൾ അനുവദിക്കുന്നത്. ഒരു വർഷം പോലും ബാധ്യതകൾ വരുമാനത്തെക്കാൾ അധികരിക്കില്ല എന്ന ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് പലരും ഭയപ്പെടുന്നത് പോലെ കിഫ്ബിയുടെ ബാധ്യതകൾ സർക്കാരിന് മേൽ വന്നു പതിക്കില്ല എന്ന് ജനങ്ങളോട് പ്രകടന പത്രികയിലൂടെ പറഞ്ഞ പാർട്ടി CPI-മാണ് മാഷെ. അനുബന്ധ 6-ൽ മാഷിന് സംശയമുണ്ടോ? നിങ്ങൾ വായിച്ച കാര്യം 101% കറക്റ്റ്. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം, എനിക്കും അറിയാം. എന്നാൽ ആ വാഗ്ദാനത്തിന് ശേഷമാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ BJP-യുടെ കേന്ദ്രമന്ത്രി ധനമന്ത്രി അവർ കേരളത്തിന് കത്തയച്ചത്. എന്താ? കിഫ്ബി ഉൾപ്പെടെയുള്ള ബജറ്റേതര കടങ്ങൾ ബജറ്റ് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തും. നിങ്ങളുടെ ഈ കേരളത്തിൽ ഇപ്പോൾ 87,000 കോടിയുടെ കടമെടുത്തത് അത് ബജറ്റ് കടത്തപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ്. അതാ നിങ്ങൾക്ക് ചർച്ച ചെയ്യാത്തത്? ഇക്കാലം അത്രയും ബജറ്റേതര കടം, ഇപ്പൊ NHAIയുടെ കടം ബജറ്റേതര കടമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് കടത്തപ്പെടുത്തുന്നുണ്ട്. NHAIയുടെ കടം കോടികൾ കടമെടുക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ത്യയിൽ കേരളത്തോട് മാത്രമായിട്ട് ഇക്കാലം അത്രയും ബജറ്റേതര കടമായിട്ട് കണക്കാക്കിയ കിഫ്ബിയുടെ കടം ബജറ്റ് കടമാക്കിയിട്ട് കണക്കാക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നതിന്റെ കാരണം എന്താ? അത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, കഴിഞ്ഞ കൊല്ലല്ലേ ആ കത്തയച്ച ധനമന്ത്രിക്ക്. നിങ്ങൾ ആ സത്യം മറച്ചു വെക്കുന്നേ? ഞങ്ങൾ ഈ പറയുന്ന കാര്യം പറയുമ്പോൾ കിഫ്ബി ബജറ്റേതര കടമെടുക്കാൻ കഴിയുന്ന സ്ഥാപനമാണ്. സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ ഈടിൽ കടമെടുക്കാൻ വേണ്ടി കഴിയും. അത് സംസ്ഥാന കടമായിട്ട് വരില്ല ഇക്കാലം അത്രയും. എന്നാൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കാൻ, കേരളത്തിൽ വികസനം തടയാൻ, LDF-ന്റെ ഗവൺമെന്റ് വികസനം നടത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബജറ്റേതര കടത്തെ കേരളത്തിന് മാത്രം ബജറ്റ് കടമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തി. അതല്ലേ അതൊക്കെ നിങ്ങൾ പറയണ്ടേ, അങ്ങനെ ചർച്ച ചെയ്യണ്ടേ? ഇവിടെ ഈ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത രൂപത്തിൽ എന്തുകൊണ്ട് ധനകാര്യ വിദഗ്ധർ കേരളത്തിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെടുത്തി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണെന്ന് മാഷിന് അറിയാമോ? വികസന പദ്ധതികൾക്ക് വേണ്ടി ആ പേരിൽ എടുക്കുന്ന കടം തുക അത് പഴയ കടം തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഗവൺമെന്റിനെതിരെ. പിന്നെ വൻകിട പദ്ധതികൾ, ആ പണം, അതായത് കടമെടുത്ത പണം എന്തിനാണോ നമ്മൾ വിനിയോഗിക്കുന്നത് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ്? ഈസ് ഇറ്റ് ദ പബ്ലിക്? പൊതുജനമാണോ മാഷ് ഇതിനൊക്കെ ഉത്തരവാദികളായവർ? ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഭാഷയല്ല ഭാഷ, ഞാൻ പറഞ്ഞത് ഈ പ്രശ്നമാണ്. ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഈ കേരളത്തില് ഇപ്പോ കിഫ്ബി എടുത്തിരിക്കുന്ന ഞാൻ പറയട്ടെ,
നിങ്ങൾ വെറുതെ സംശയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചർച്ച നടത്തല്ല. 87,437 കോടിയുടെ കിഫ്ബി കടത്തിൽ ഒരു ഉറുപ്പിക പോലും പഴയ കടം തിരിച്ചടക്കാൻ കേരള ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കില്ല. നിങ്ങളുടെ വാദം നിൽക്കില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏത് പാരാമീറ്റർ വെച്ചാണ് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണെന്ന് പറയുന്നത്? ധനക്കമ്മി കേന്ദ്രത്തെക്കാൾ കുറവാണ് കേരളം, റവന്യൂ കമ്മി കേന്ദ്രത്തെക്കാൾ കുറവാണ് കേരളം. കടം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം 67% കേരളം അതിന് താഴെയാണ്, 57%. ഇന്ത്യയിൽ ഇപ്പോൾ RBIയുടെ കണക്ക് വന്നല്ലോ. ആ കണക്കിൽ എന്താ? ഈ കഴിഞ്ഞ 2024-25 ഇന്ത്യയിൽ ഏറ്റവും ഏറെ റവന്യൂ വരുമാനം വർദ്ധിച്ച 24% ഒരു കൊല്ലം വർദ്ധിച്ച ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. പിന്നെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണെന്ന് നിങ്ങൾ പറയുന്നത്? ഇന്ത്യയിൽ ഞാൻ പറഞ്ഞത് മാഷെ ധനകാര്യ വിദഗ്ധർ പറയുന്നു, എടുക്കുന്ന കടത്തിന്റെ 92% മുൻപെടുത്ത കടം തിരിച്ചടയ്ക്കാൻ വേണ്ടി സർക്കാർ വിനിയോഗിക്കുന്നു എന്നത്. 8% മാത്രമാണ് വികസന പദ്ധതികൾ നടപ്പാക്കാൻ ചെലവഴിക്കുന്നത് എന്നത്. ഇത് ഞാൻ ഇപ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഈ സർക്കാരിന്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ്. ശ്രീമതി മേരി ജോർജിനെ പോലുള്ള സാമ്പത്തികാര്യ വിദഗ്ധ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് വി ക്യാൻ ഡിസ്കസ് ഓൾ ദീസ് ഇൻ ഡീറ്റെയിൽ. അല്ല മാഷെ, ഞാൻ പറഞ്ഞത് മാഷെ സർക്കാരിന്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ഈ സർക്കാരിനെ വിമർശിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഞാൻ മാഷിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. എന്റെ അഭിപ്രായ പ്രകടനമല്ല മാഷെ. അതെ, നിങ്ങൾക്ക് മേരിയെ പോലെ നിങ്ങൾക്ക് മേരിയെ പോലെയുള്ളവരുടെ വിശകലനം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത് മേരി മാഡം അല്ല പറഞ്ഞത്, കണക്കാണല്ലോ. ഇത് മേരി മാഡം അല്ല പറഞ്ഞത്. കേരളത്തിൽ 4.4. മാഷെ ഇതൊക്കെ സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ വിഷയമൊക്കെ. ഞാൻ ചോദിക്കുന്നത്, നടപ്പാതയിൽ ചുങ്കം ചുമത്താൻ അനുവദിക്കില്ല എന്ന നയം സ്വീകരിച്ച, അതിനുവേണ്ടി സമരം ചെയ്ത, അതിനുവേണ്ടി പോരാട്ട ഭൂമിയിൽ പ്രതിപക്ഷത്തുണ്ടാകുമ്പോൾ കൊടി പിടിച്ചു നിന്ന പാർട്ടി എന്തുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ മേൽ ചുങ്കം പിരിക്കാൻ, അവരുടെ തലക്കടിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതിന് മാഷിന് യുക്തിസഹമായ ന്യായമായ നിലനിൽക്കുന്ന ഒരു വാദമുണ്ടോ? അതാണ് എന്റെ ചോദ്യം മാഷേ. ഇപ്പൊ ആകെയുള്ള 14 മിനിറ്റില് 9 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച്, ഞാനാ സംസാരിക്കുന്ന വിവക്ഷ. നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഉള്ളടക്കം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ മാഷേ? ചർച്ച നടത്തുന്നത് അത് ഫലിക്കുന്നില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ മാഷേ? വായിക്കാണ് സംസാരിക്കുന്നേ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ? പറയുന്നത് പറയൂ. ധനകാര്യ കാര്യങ്ങൾ നിങ്ങള് ധനകാര്യ മേഖലയില് ഞാനും MA കാരനാണിപ്പാ. ഞാനും MA എക്കണോമിക്സ് പാസ്സായ ഒരാളാണ്. ധനകാര്യത്തിൽ ഒന്നും അറിയാത്തതാണ് ഞാൻ. നിങ്ങൾ വിചാരിക്കരുത്. ഒരു നാടിന്റെ ധനകാര്യങ്ങൾ പരിശോധിക്കുന്നത് 4 പാരാമീറ്റർ വെച്ചാണ്. ധനക്കമ്മി, റവന്യൂ കമ്മി, അതുപോലെ കടം, അതുപോലെ തന്നെ റവന്യൂ വരുമാനം. ഈ 4 കാര്യങ്ങളിൽ ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് കേരളമാണ്. ഈ കഴിഞ്ഞ കൊല്ലം ആ കാര്യം സംബന്ധിച്ച് RBI പറഞ്ഞു. ധനകാര്യ മേലെയല്ലേ RBI കഴിഞ്ഞ കൊല്ലം പറഞ്ഞു 24-25 വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ഏറെ റവന്യൂ വരുമാന വർധന ഉണ്ടാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് കേരളം, 24%. നിങ്ങൾ ഏത് കാര്യത്തിൽ? അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിച്ച സ്റ്റേറ്റ് കേരളം. നിഷേധിക്കും നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞാൽ ശരിയാവും. നിങ്ങൾക്ക് ധനകാര്യ വിദ്യയുണ്ടാവും. അത് നിങ്ങൾ ഒരു പക്ഷം മാത്രം കേൾക്കുന്നതുകൊണ്ടാണ്. UDFന് വേണ്ടിയിട്ട്, BJPക്ക് വേണ്ടിയിട്ട് ധനകാര്യ വിശകലനം നടത്തുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് മാത്രമേ 24 കേൾക്കുന്നുള്ളൂ. യഥാർത്ഥമായ കണക്ക് വെച്ചോ, നിങ്ങൾ പരിശോധിച്ചോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ റവന്യൂ കമ്മിയിൽ കേരളം ഇന്ത്യയേക്കാൾ മെച്ചമാണ്. നിഷേധിക്കോ? പറയട്ടെ. അതുപോലെ ധനക്കമ്മിയിൽ കേരളം ഇന്ത്യയേക്കാൾ മെച്ചമാണ്. പറയോ? കേന്ദ്രത്തേക്കാൾ കുറവാണ് കടം കേരളത്തിൽ. ഞാനൊരു കാര്യം മാഷോട് തിരിച്ചു ചോദിക്കട്ടെ. സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ച പദ്ധതി നടത്തിപ്പിന് വേണ്ടിയുള്ള വിഹിതം 10% കുറയ്ക്കുന്നു. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ കോസ്റ്റ് കട്ട് ഉണ്ടാകുന്നു. കിഫ്ബിയുടെ റോഡുകളിൽ ചുങ്കം ചുമത്താനുള്ള തീരുമാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് മാഷേ ധനകാര്യ മിസ്മാനേജ്മെന്റ് ഇല്ല, കാര്യങ്ങൾ നേരാംവണ്ണമാണ് പോകുന്നതെങ്കിൽ ഇതൊക്കെ നടപ്പാക്കുന്നത് എന്നാണ്? പിന്നെ മാഷിനോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മാഷിന് ഒന്നും അറിയില്ല എന്ന അർത്ഥത്തിൽ ഞാൻ സംസാരിച്ചു എന്ന് മാഷ് പറഞ്ഞു. അങ്ങനെ മാഷ് ഒരിക്കലും പറയരുത്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഞാൻ താങ്കളെ പോലുള്ള ആളുകളെ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി മാത്രമാണ്, ഇതൊരു ചർച്ചയാണ്, അതുകൊണ്ട് താങ്കൾക്കൊന്നും അറിയില്ല എന്ന ധാരണയിൽ ഞാൻ ഒരിക്കലും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ എൻ്റെ അതിഥികളെ ആ നിലയിൽ വില കുറച്ച് കാണാറുമില്ല. മാഷിന് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാം. ഇതില് ഈ കഴിഞ്ഞ ഒരൊറ്റ കൊല്ലക്കാലം 57,400 കോടിയുടെ വരുമാനക്കുറവ് കേരളത്തിന് ഉണ്ടായി എന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളുടെയും മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ കിടക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേരളം അതിഗുരുതരമായ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് എത്താത്തത്
ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലത്ത് വരുമാനം പരിശോധിക്കുക. 47, 52, 61, 70. ഇതാണ് കോടിയാണ് ഈ പറഞ്ഞത്. 70,000 കോടി, 61,000 കോടി. ഇതാണ് കഴിഞ്ഞ. ശരി പ്രകാശ് മാഷെ, ഞാൻ തിരിച്ചു വരാം. ഇനി നമുക്ക് ചർച്ചകൾ മറ്റ് അതിഥികളിലേക്ക് പോകാം. അതിനുശേഷം താങ്കളിലേക്ക് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട്. മാഷെ, ഞാൻ തിരിച്ചു വരാം. അബിൻ വർക്കി, എന്തൊക്കെ പറഞ്ഞാലും ഇടതുമുന്നണി സർക്കാരിന് മേന്മയോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്ത് പിരിച്ചിരുന്ന, അതായത് റോഡുകൾക്കല്ല പാലങ്ങൾക്കായിരുന്നു ടോൾ പിരിവ് ഉണ്ടായിരുന്നത്. ആ ടോൾ പിരിവ് നിർത്താൻ സർക്കാർ തീരുമാനിക്കുകയും 1ാം പിണറായി സർക്കാരിൽ ജി സുധാകരൻ PWD മിനിസ്റ്ററായിരുന്ന സമയത്ത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ആ ടോൾ പിരിവ് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്ത് റോഡുകളിൽ ടോൾ പിരിവ് ഉണ്ടാകില്ല എന്നത്. അന്ന് അതുവരെ ഉണ്ടായിരുന്ന ടോൾ പിരിവ് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, അവർ നിർമ്മിച്ച 9 പാലങ്ങളിലാണ് പിന്നീടും ടോൾ പിരിവ് നടക്കുന്നത്. അതിന്റെ സമയക്രമം കഴിഞ്ഞാൽ, അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് നിർത്തുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ഭാഗമായിട്ടാണ്. കിഫ്ബി എടുക്കുന്ന വായ്പകളൊക്കെ സംസ്ഥാനത്തിന്റെ പൊതു കടപരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ പുതിയ വരുമാന മാർഗം കണ്ടെത്തേണ്ടി വരുന്നു. ഇതാണ് സംസ്ഥാന ധനമന്ത്രി ഈ തീരുമാനങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു ന്യായം. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിന് എന്തിനാണ് മടി? നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കണ്ടേ, പ്രതിപക്ഷത്താണെങ്കിലും? അതായത് ഗോപികൃഷ്ണൻ, ഞാൻ അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാനത് ആരംഭിക്കാം. എന്താണെന്ന് പറയട്ടെ. ഇപ്പോൾ ഗോപികൃഷ്ണന് കുറച്ച് പണം കടം മേടിക്കണം. ഗോപികൃഷ്ണന് ഒരു ബാങ്കിൽ പോയി കുറച്ച് പൈസ കടമെടുത്തു. ബാങ്കിൽ പിന്നെ പൈസ, അതായത് ഗോപികൃഷ്ണന് 10 ലക്ഷമാണ് വേണ്ടത്, 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തു. പിന്നെ ബാങ്കുകാർ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപികൃഷ്ണൻ കുറച്ച് വട്ടിപ്പലിശക്കാരുടെ നിന്ന് മറ്റൊരു 5 ലക്ഷം രൂപ മേടിച്ചു. എന്നിട്ട് ഗോപികൃഷ്ണൻ പറയുകയാണ്, എനിക്ക് 5 ലക്ഷം രൂപയാണ് കടമുള്ളൂ, മറ്റേ 5 ലക്ഷം രൂപ എൻ്റെ മൊത്തത്തിലുള്ള കടത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ ശ്രീ ഗോപികൃഷ്ണൻ? ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന കടമാണെന്നും അത് മൊത്തം പൊതുകടത്തിൽ ഉൾക്കൊള്ളുമെന്നും കാലം എത്രയായി കോൺഗ്രസ് പറയാൻ തുടങ്ങിയിട്ട്? ഇത് എടുത്ത നാൾ മുതൽ നമ്മൾ പറയുന്നതാണല്ലോ. അത് അന്ന് അംഗീകരിക്കാത്ത ഇടതുപക്ഷം ഇന്ന് ഇങ്ങനെ വന്നൊരു ന്യായീകരണം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒന്നാമത്തെ കാര്യം. ഇനി 2, ഈ കിഫ്ബി. ഇനിയിപ്പോൾ കിഫ്ബിയുടെ ഏതോ പദ്ധതികളുടെ കാര്യമൊക്കെ ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞു. എന്താണ് 57,000 കോടി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഗവൺമെൻറ് കൊടുത്ത കണക്ക് വെച്ച് 31,870 കോടി രൂപയുടെ കരാറ് പൂർത്തീകരിച്ചിട്ടുള്ളൂ. പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് 57,000 കോടി രൂപയുടെ കണക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ പിന്നെ താങ്കൾ ടോളിൻ്റെ കാര്യം പറഞ്ഞു. ടോള് PWD റോഡിൽ ഘട്ടം ഘട്ടമായി നിർത്തി വന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ BOT വ്യവസ്ഥയിലുള്ള കുറച്ച് ടോളുകളാണ് ബാക്കിയുണ്ടായിരുന്നത്. ആ ടോളുകളും നിർത്തലാക്കിയത്. കാരണം അത് നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഘട്ടം ഘട്ടമായി ടോളുകൾ നിർത്തി വന്നതാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഈ ടോളിൻ്റെ പ്രശ്നം എന്താണ്? ആ പ്രശ്നമല്ലേ പറയേണ്ടത്. ഈ കിഫ്ബിക്ക് പണം എവിടെ നിന്നാണ് വരുന്നത്? പ്രധാനമായി 1 ബഡ്ജറ്റ് അലോക്കേഷൻ, 2 മോട്ടോർ വെഹിക്കിൾ ടാക്സ്, 3 പെട്രോളിയം സെസ്, 4 വിദേശ വായ്പ. ഇങ്ങനെയാണ് പ്രധാനമായും കിഫ്ബിയുടെ പണം വരുന്നത്. ഈ ബഡ്ജറ്റ് അലോക്കേഷൻ എന്താണ്? നമ്മൾ PWDക്ക് കൊടുക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ തന്നെ കിഫ്ബി ആയിട്ട് വകമാറ്റി ചെലവഴിക്കുന്നതാണ്. അതാണ് ബഡ്ജറ്റ് അലോക്കേഷൻ. ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ തന്നെ ഗോപികൃഷ്ണൻ ഈ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ പണം എവിടെയാണ്? സാമാന്യ ജനങ്ങളുടെ നികുതി പണമാണ്. എന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് സാമാന്യ ജനം ആദ്യം ഒരു നികുതി പണം കൊടുക്കണം. പിന്നീട് ഇപ്പോൾ ഗോപികൃഷ്ണൻ ഒരു വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ ആദ്യം ഗോപികൃഷ്ണൻ്റെ വരുമാനത്തിൽ നിന്നുള്ള നികുതി അത് ഗവൺമെൻറ്റിന് കൊടുത്തു. 2, ഒരു കാറുമായി പുറത്തിറങ്ങിയാൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ ഇത്ര ശതമാനം കിഫ്ബിക്ക് കൊടുക്കണം. അപ്പോൾ ആ കാറിൻ്റെ ടാക്സിന് കിഫ്ബിക്ക് കൊടുത്തു. ഇനി 3, ഗോപികൃഷ്ണൻ ആ കാറിൽ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിൻ്റെ സെസ് അതും കിഫ്ബിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ 3ാമത്തെ നികുതി പണവും കൊടുത്തു. ഇനി 4ാമത് ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ടോളും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസമാണ് ഗോപികൃഷ്ണൻ ഈ പറയുന്നത്? എന്ത് ന്യായീകരണമാണ് ഇവർ ഈ ചാനലിലൊന്നും പുറത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി അതുമാത്രമാണോ? പ്രകാശ് മാസ്റ്റർ എന്താ ഓർക്കാത്തെ? നമ്മൾ ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ടല്ലോ പ്രകാശ് മാസ്റ്ററെ. നമ്മൾ ടോളിനെതിരെ ഈ കഴിഞ്ഞ കൊല്ലവും കോവളത്ത് സമരം ചെയ്തവരല്ലേ? അന്ന് നിങ്ങളും നമ്മളും ഒക്കെ പറഞ്ഞത് എന്താ? ഈ കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവ്, അനധികൃത ടോൾ പിരിവ് നിർത്തലാക്കണമെന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? പിന്നെ നിങ്ങളെന്തോ വലിയ സാമ്രാജ്യത്വ ശക്തികൾക്കും പ്രൈവറ്റൈസേഷനും എതിരാണെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ മുഴുവൻ BOT പ്രോജക്റ്റുകളിലും കൊണ്ടുവന്നവരല്ലേ നിങ്ങൾ? SNC ലാവലിനിൽ ആരാ പണം മുടക്കിയത്? ഈ മണിയാറിൽ ആരാ പണം മുടക്കിയത്? ഈ നാട്ടിലെ പല പദ്ധതികളിലും ആരാ പണം മുടക്കിയത്? അത് പ്രൈവറ്റ് കമ്പനികളല്ലേ? എന്നിട്ട് നിങ്ങളെന്തോ പ്രൈവറ്റ് കമ്പനികൾക്ക് എതിരാണെന്നൊക്കെ ആ പഴയ മൂരാജ്യ സിദ്ധാന്തം ഇപ്പോഴും പറഞ്ഞാൽ അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നവരാണോ? അത് മാത്രമല്ല, ഈ പ്രകാശ് മാസ്റ്റർ എന്ത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് ഈ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രൈവറ്റൈസേഷന് എതിരാണ്. പ്രൈവറ്റൈസേഷൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ജനങ്ങളുടെ മേൽ ടോൾ പിരിവ് നടത്തുക എന്ന് പറയും. എന്നിട്ട് ആ ടോൾ പിരിവിന് അനുകൂലമാണ്.
എന്ത് എന്ത് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ഒരു ചർച്ചയിൽ തന്നെ താങ്കൾ പറയുന്നത്. അതുകൊണ്ട് ഈ ടോൾ പിരിവെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ അധിക ഭാരം മാത്രമല്ല, ജനങ്ങളുടെ മേൽ തീവെട്ടിക്കൊള്ളയാണ്. ട്രിപ്പിൾ ടാക്സേഷൻ അല്ല, ഫോർബിൾ ടാക്സേഷനാണ് ഈ കിഫ്ബി റോഡിൽ ഒരു ടോൾ വന്നാൽ വരാൻ പോകുന്നത്. അത് മാത്രമല്ല, കേരളത്തിൻ്റെ കിഫ്ബി റോഡുകളിലെ 30% 50 കോടി രൂപയുടെ മുകളിൽ മുതൽ മുടക്കുള്ളതാണ്. കാരണം എന്താ? അതിൽ റോഡ് മാത്രമല്ല മുതൽ മുടക്കിയിരിക്കുന്നത്, സൈഡിൽ കാന പണിയണം, അതിൻ്റെ സൈഡിൽ മതിൽ പണിയണം. ഇതെല്ലാം കൂടെ ചേർത്ത് കേരളത്തിൻ്റെ റോഡുകളിലെ 30% 50 കോടി രൂപയിൽ മുകളിലാണ്. കേന്ദ്ര സർക്കാർ തന്നെ 100 കോടിക്ക് മുകളിലുള്ളതിലാണ് അവർ ടോൾ പിരിക്കുന്നത്. ഇത് 50 കോടി രൂപയ്ക്ക് മുകളിൽ ടോൾ പിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നാളെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നാൽ ഗോപികൃഷ്ണൻ നമ്മളൊരു 700 രൂപയോളം ടോളിൽ തന്നെ മുടക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തീവെട്ടിക്കൊള്ള എന്നുള്ള പദമല്ലാതെ ഇതിനകത്ത് വേറെ എന്ത് ഉപയോഗിക്കാൻ സാധിക്കും? ശരി അബിൻ, ഞാൻ വരാം. ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കട്ടെ. എനിക്ക് 2 അതിഥികൾ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, BJPയുടെ പ്രതിനിധി, അതോടൊപ്പം തന്നെ ഡോക്ടർ മേരി ജോർജ് മാഡം, സാമ്പത്തിക കാര്യ വിദഗ്ധ, എന്നിവർ കൂടി ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കിഫ്ബി റോഡുകൾക്ക് ചുങ്കം പിരിക്കാനുള്ള, അതല്ലെങ്കിൽ യൂസേഴ്സ് ഫീ ഈടാക്കാനുള്ള സർക്കാരിന്റെ ആലോചനകൾ എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് എന്നതാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇത് ഇടതുമുന്നണിയുടെ നയം മാറ്റമല്ലേ എന്ന വാദത്തിലൂന്നിയായിരിക്കും ഇനി ചർച്ച മുന്നോട്ട് പോവുക. ഇത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് ഈ ചർച്ചയുടെ ഭാഗമാകും എന്ന് നമുക്ക് കരുതാം. ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, BJP പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്രീ കൃഷ്ണദാസ്, ഈ ടോൾ പിരിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ളത് BJP ആണ്. ഇപ്പോൾ ഈ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് നടത്തുന്നതെന്ന് മാത്രമല്ല, ടോൾ പിരിവിൽ കാലാകാലങ്ങളായി അത് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾ പഞ്ചപുച്ഛമടക്കി അത് നൽകുന്ന സാഹചര്യവുമുണ്ട്, താങ്കൾക്കറിയാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി, ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനകാര്യ വിദഗ്ധർ തന്നെ പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം കേന്ദ്ര നികുതി വിഹിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവാണ്. മറ്റൊരു കാരണം പറയുന്നത് നികുതി വിഹിതം പങ്കുവയ്ക്കാൻ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം അത് കേരളത്തിന് തിരിച്ചടിയാകുന്നു എന്നതാണ്. ഇതിന് പുറമെയാണ് കിഫ്ബിക്ക് വേണ്ടി സ്വീകരിക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ കഴുത്ത് ഞെരുക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ്. ഞാനും താങ്കളും ഉൾപ്പെടുന്ന ഈ നാടിന് ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടേ തീരൂ. സർക്കാരിന് മുന്നിൽ പോംവഴികൾ ഓരോന്നോരോന്നായി സർക്കാരിന് കണ്ടെത്തിയേ കഴിയൂ. അതിലൊരു മാർഗമായി കിഫ്ബിയുടെ റോഡുകൾക്ക് ഈ യൂസേഴ്സ് ഫീ ഈടാക്കാമെന്ന് തീരുമാനിക്കുന്നതിനെ BJP എതിർക്കുന്നെങ്കിൽ എന്തുകൊണ്ട്? കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം BOT സംവിധാനവും അതിൻ്റെ ടോൾ പിരിവും കാണുന്നത് മട്ടാഞ്ചേരി പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, BOT പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ കാലഘട്ടം മുതൽ കേരളത്തിൽ ടോൾ പിരിവും പാലത്തിൽ ടോൾ പിരിവും റോഡുകളിൽ ടോൾ പിരിവും ഒക്കെ നാം കണ്ടിട്ടുണ്ട്. നാഷണൽ ഹൈവേയിലും സമാനമായി ടോൾ പിരിച്ചുകൊണ്ട് BOT അടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കുന്ന സംവിധാനങ്ങൾ നിലവിൽ ഉണ്ട് രാജ്യത്ത്. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. അതൊരു വികസന സംവിധാനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്ക് ഏറ്റവും ആദ്യം കേരളം തുടങ്ങിയൊരു സംസ്ഥാനമാണ് കേരളം പോലെയുള്ളൊരു സംസ്ഥാനം. അപ്പം അങ്ങ് ചോദിച്ചൊരു ചോദ്യം, BJPക്കെതിരെയാണ് ഈ പ്രചരണമെല്ലാം നടക്കുന്നത്. ശരിയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എവിടെ നിന്നാണ് പണം കണ്ടെത്തിയിട്ടുള്ളത്? ആ കിഫ്ബിക്ക് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഒന്നുകിൽ കടമെടുക്കുന്നതിൻ്റെ ഭാഗമായി കടമെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പദ്ധതികളാണ്. 2 പ്രധാനപ്പെട്ട പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെൻറ് ബജറ്റേതര സംവിധാനം എന്നുള്ള നിലക്ക് കടമെടുക്കാനുള്ള സോഴ്സായി കണ്ടെത്തിയത്. ഒന്ന് കിഫ്ബി പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള കടമെടുക്കൽ, മറ്റൊന്ന് പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനി രൂപീകരണം. ഈ തരത്തിൽ നേരിട്ട് കടമെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നേരിട്ട് കടമെടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള സമയത്ത് സംസ്ഥാനം കണ്ടെത്തിയ 2 സാമ്പത്തിക വരുമാനത്തിനുള്ള കടമെടുത്തുകൊണ്ടുള്ള ഒന്നുകിൽ സർക്കാരിൻ്റെ ഫണ്ട് മറ്റൊരു തരത്തിൽ ചെലവഴിക്കാൻ, അതല്ലെങ്കിൽ സംസ്ഥാന ബജറ്റിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെലവഴിക്കാൻ, അതിനുള്ളൊരു സാധ്യത ഇതിന് രണ്ടിനും ഉപയോഗപ്പെടുത്തുകയാണ്. അത് കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാകില്ല എന്നുള്ള പ്രചരണം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CNDG ഇതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പൊതുകടത്തിൻ്റെയും കേരളത്തിൻ്റെ കടത്തിൻ്റെയും ഭാഗമാണ് എന്നുള്ളത്. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന എന്താണ്? ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു.
ആർട്ടിക്കിൾ 131 പ്രകാരം കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയെ സംബന്ധിച്ചും കേരളത്തിന് കടമെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും എന്തായിരുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാട്? സംസ്ഥാനത്തിന് കിട്ടേണ്ട കടത്തിനെ സംബന്ധിച്ചല്ല അന്നവർ വാദമുയർത്തിയത്. കടമെടുക്കാൻ തങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അത് ഭരണഘടനാനുസൃതമാണ് എന്ന് വരുത്താനുള്ള ശ്രമം നടത്തി. കേരള ഹൈക്കോടതി അടക്കമുള്ള സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നിലനിൽക്കുകയാണ്. കിഫ്ബിയുടെ കാര്യത്തിൽ നേരത്തെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായി അല്ല പറഞ്ഞതുപോലെ ശ്രീ തന്നെ കൃഷ്ണദാസ്, അത് കിഫ്ബിയുടെ മാത്രം പ്രശ്നമെന്ന നിലയിൽ താങ്കൾ ഇതിനെ അവതരിപ്പിക്കരുത്. കാരണം കേരളത്തിന് കിട്ടാനുള്ള നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസ്സഹകരണം എന്നത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആശങ്കയാണ്, ആരോപണമാണ്. കാരണം 14ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ കുറഞ്ഞ നികുതി വിഹിതമാണ് 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന് ഇപ്പോൾ അതിവേഗം ഇപ്പോൾ ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന പിന്തുണ കേരളത്തിന് അത് ആവശ്യപ്പെടാൻ കഴിയില്ല. കാരണം ഈ പല കാര്യങ്ങളിലും പല ഇൻഡെക്സുകളിലും കേരളം ഒരുപാട് നേട്ടം കൈവരിച്ചതാണ്. അതായത് നമ്മുടെ പുരോഗമനവും പുരോഗതിയും ഒക്കെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിന് തടസ്സമായി മാറുന്ന ഒരു ദുസ്ഥിതി കേരളം നേരിടുന്നുണ്ട്. അത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. എത്ര സമർത്ഥമായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഇപ്പോൾ കേരളത്തിന് കിട്ടണ്ട എന്നുള്ള അടിസ്ഥാനത്തിലല്ല ഗോപികൃഷ്ണൻ ഞാനിത് പറയുന്നത്. കേരളത്തിന് എത്രയും കിട്ടട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൽ കിട്ടുന്ന 100% കേരളത്തിന് കിട്ടട്ടെ. അതിലാരാ തടസ്സം നിൽക്കുന്നത്? BJP തടസ്സം നിൽക്കുന്നുണ്ടോ? ദേശീയ ശ്രീകൃഷ്ണദാസ്, നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് നമ്മൾ ദരിദ്രരാണെന്നും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നും പറഞ്ഞ് കൈ നീട്ടട്ടെ, അപ്പോൾ തരാം കേന്ദ്ര സഹായം എന്നാണ്. അതൊന്നും അങ്ങനെയൊന്നും അല്ലെന്ന്. വെറുതെ നമ്മൾ എന്തെങ്കിലും ഈ ഇടതുപക്ഷത്തിൻ്റെ ഹാൻഡിലുകൾ വാട്സപ്പിൽ പറയുന്നത് പോലെ ഒരു കഥയെടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പദ്ധതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് കൊടുത്തു, എന്തുകൊണ്ട് കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കൊടുത്ത സംസ്ഥാനത്തിൻ്റെ കാരണം പറയുമ്പോൾ കൊടുക്കാത്തതിൻ്റെ റീസൺ പറയുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെയാണോ കാണേണ്ടത്? കേരളത്തിന് എന്താ കിട്ടാത്തത്? കേരളത്തിന് എന്ത് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാത്തത്? പ്രകാശ് മാഷ് പറയട്ടെ. ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൽ ആവശ്യപ്പെട്ടു നിരസിക്കപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിന് വേണ്ടി നാഷണൽ ഹൈവേയുടെ വികസനത്തിൽ 40 പദ്ധതികളാണ് പ്രധാനമായും കഴിഞ്ഞ BJP ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. എത്ര കോടിയുടെ പദ്ധതിയാണെന്നറിയോ? 64,587 കോടി. അതിൽ 12 പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 28 പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏത് പദ്ധതിക്കാണ് അനുമതി കിട്ടാത്തത്? 40 പ്രധാനപ്പെട്ട റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് NHന്റെ കാര്യത്തിൽ കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇനി പ്രകാശ് മാഷ് വേറെ കാര്യം പറഞ്ഞല്ലോ. അല്ല ശ്രീകൃഷ്ണദാസ്, സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് അതൃപ്തിയുണ്ട്, ആശങ്കകളുണ്ട്, ആരോപണമുണ്ട്, പരാതിയുണ്ട്. കാരണം അതായത് ഈ നികുതി വരുമാനത്തിന്റെ നികുതി വീതം വെക്കലിന്റെ 45% താങ്കൾക്കറിയാമല്ലോ പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കേരളം പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. ഞാൻ പറയുന്നത് നികുതി വീതം വെക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കേരളത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്നു എന്നതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലല്ല, അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് നികുതി വിഹിതത്തിന്റെ വീതം വെപ്പ് പോലും അത് കൃത്യമായി നീതിപൂർവമല്ല എന്ന് കേരളത്തിന്റെ ആക്ഷേപമുണ്ട്. പിന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം വെറുതെയാണെന്ന് താങ്കൾ പറയരുത്. ജോർജ് കുര്യൻ ഇന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന്. അത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് കിട്ടിയ വാർത്തയല്ല, അദ്ദേഹത്തിന്റെ മുഖതാവിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഗോപികൃഷ്ണൻ, അതാ ഞാൻ പറഞ്ഞത്. 2015 ധനകാര്യ കമ്മീഷൻ അതിൻ്റെ പദ്ധതികളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ട് അതിനുള്ള പെർസെൻറ്റേജ് ഓരോ സംസ്ഥാനത്തിനും തീരുമാനിക്കുമ്പോൾ 10ാം ധനകാര്യ കമ്മീഷൻ്റെ നിലപാടുകൾ കണക്കാക്കിക്കൊണ്ടാണ് കേരളം ഇപ്പോൾ പറയുന്നത് കേരളത്തിന് കുറഞ്ഞു എന്നുള്ളത്. ഞാനതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ ഗോപികൃഷ്ണൻ പറഞ്ഞത് കേരളത്തിന് കിട്ടുന്നതിൽ ആരെങ്കിലും എതിരാണോ? എതിരല്ല. അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് BJP അല്ല, മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് ഫിനാൻസ് കമ്മീഷനാണ്. ആ ഫിനാൻസ് കമ്മീഷൻ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ഏതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന് പ്രത്യേകമായി പണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ഫിനാൻസ് കമ്മീഷൻ്റെ പദ്ധതിയും പോളിസിയും? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? അത് ഒരു സൂചികയുടെ അടിസ്ഥാനത്തിലല്ലേ? 15 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എടുത്തുകൊണ്ടാണ് രാജ്യത്തെ ഒട്ടാകെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെ സംബന്ധിച്ചുമുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനത്തിൻ്റെയും വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒരു സംസ്ഥാനം എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഓരോ ജില്ലകളുടെയും സാമ്പത്തിക സ്ഥിതി എന്താണ്? അങ്ങനെയാണോ ചർച്ച ചെയ്യുന്നത്? കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ
ഓരോ പഞ്ചായത്തിൻ്റെയും വികസനത്തിൻ്റെ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണോ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുവികസനത്തെക്കുറിച്ച്? രാജ്യത്തിൻ്റെ പൊതുവികസനത്തിലേക്ക് പൂർണ്ണമായി പോകുന്ന സംസ്ഥാനങ്ങളുടെ വികസനത്തിൻ്റെ ഷെയറാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പ്രചരണത്തിൻ്റെ മാധ്യമമായി BJPക്കെതിരെ പ്രചരിപ്പിക്കാനുള്ള ഒരു സംഗതിയായതിനെ പറയാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം അതിനുണ്ടെങ്കിൽ കോടതി പോയല്ലോ. ശരി ഞാനിതാ ശ്രീകൃഷ്ണദാസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ മേരി ജോർജ് മാഡത്തിലേക്ക് പോട്ടെ. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ കിഫ്ബി വഴി പണം സ്വരൂപിക്കാൻ, അതല്ലെങ്കിൽ കിഫ്ബി റോഡുകൾക്ക് യൂസേഴ്സ് ഫീ എന്ന പേരിൽ ചുങ്കം ചുമത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുമ്പോൾ അതിന് സർക്കാർ ഒരു ന്യായം, ഒരു കാരണം, ഒരു റീസൺ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കിഫ്ബിയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത് വായ്പയെടുത്താണല്ലോ. ഈ വായ്പ കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ കടപ്പരിധിയിൽ ഉൾപ്പെടുത്തി. അതുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരിന് കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിഫ്ബിക്ക് ആ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ പണം സ്വന്തം നിലയിൽ ഉണ്ടാക്കണം. പുതിയ വഴികൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു. അപ്പോൾ അതിന് കണ്ടെത്തിയ ഒരു ഉപാധിയും മാർഗവുമാണ് 50 കോടിയിൽ പരം ചെലവ് വരുന്ന കിഫ്ബി നിർമ്മിക്കുന്ന റോഡുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുക, യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുക എന്നത്. ഇത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ന്യായമായ ഒരു വിശദീകരണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളത് കേന്ദ്ര സർക്കാരല്ലേ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് പ്രതിസ്ഥാനത്താണ് എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7ാം ഷെഡ്യൂളിൽ സ്റ്റേറ്റ് അനുച്ഛേദം 56 അനുസരിച്ച് ഏത് സംസ്ഥാനത്തിനും ടോൾ പിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ചില ഉപാധികളുടെ പേരിലായിരിക്കണം. ഒന്ന്, സംസ്ഥാന ഹൈവേ പോലെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മാണത്തിന് വരുന്ന ചെലവ്. ആ ചെലവ് ഓവർകം ചെയ്യാൻ, ആ ചെലവ് തിരിച്ചു പിടിക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ടോൾ പിരിക്കാം. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്, അത് ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുത്. അതുമാത്രവുമല്ല, വലിയ നോംസ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, കൃത്യമായ നോംസ് വെച്ചായിരിക്കണം. അതായത് ഇപ്പോൾ നേരത്തെ തന്നെ മിസ്റ്റർ ഗോപികൃഷ്ണൻ പറഞ്ഞല്ലോ, 100 കോടിയിലധികം ചെലവ് വന്ന പദ്ധതികളുടെ ദേശീയ ഹൈവേകളുടെ പേരിലാണ് കേന്ദ്രം ടോൾ പിരിക്കുന്നത് എന്ന്. അതുപോലെ ചില നോംസ് ഉണ്ട്. ആ നോംസ് എന്തൊക്കെയാണ് എന്ന് നോക്കി കൃത്യമായിട്ട് ആ നോംസ് പാലിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും ടോൾ പിരിക്കാം. അങ്ങനെയാണ് ഈ 7th ഷെഡ്യൂൾ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 7th ഷെഡ്യൂളിലെ ഉപാധികളൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ടോൾ പിരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു ടോൾ പിരിവ് തുടങ്ങിയാൽ നമ്മൾ ഓർക്കണം, ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ പിഴിയുന്നു. അതായത് കോവിഡ് കാലത്ത് 0.5% ഇലക്ട്രിസിറ്റി റീഫോംസിന് വേണ്ടി കടമെടുക്കാൻ അനുവദിച്ചു. ആ കടമെടുത്തത് ഇതുവരെ പൂർത്തിയാക്കി ആ റീഫോംസ്, അതായത് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക എന്ന കാര്യം ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തതാണ്. അതുപോലെ KSRTCയുടെ കാര്യം എടുക്കുക. KSRTC സംസ്ഥാനം റൺ ചെയ്യുന്നു എന്നാണല്ലോ വെപ്പ്. അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പറയുന്നു. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ അവരുടെയൊക്കെ ആ സംസ്ഥാന ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ചാർജ് 1 കിലോമീറ്ററിന് എത്ര രൂപ എടുക്കുന്നു, ഇവിടെ എത്ര രൂപ എടുക്കുന്നു എന്ന് ഓർക്കുക. അതുപോലെ കേരളത്തിൽ ഏത് സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്നാലും ആ ഗവൺമെൻറ്, പ്രത്യേകിച്ച് LDF ഗവൺമെൻറ് ജനങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് വിചാരിച്ച്, അതായത് ഈ ടോൾ പിരിക്കുന്ന, നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അതായത് ടോൾ പിരിക്കുന്ന ഫണ്ടും ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമോ, അതോ അതും വകമാറ്റി ചെലവഴിക്കുമോ, അതും PR വർക്കിന് വേണ്ടി ചെലവഴിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോയില്ല. പക്ഷേ ആ പണം ഇതിനു വേണ്ടി തന്നെ ചെലവഴിക്കുമോ എന്ന ചോദ്യം താങ്കൾ നേരത്തെ ഉന്നയിച്ചു. ഞാനത് ഹാർദമായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ, അതായത് ഇവിടെ ഏത് വരുമാന സമാഹരണം, ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു വരും, അതുപോലെ നീതി ആയോഗവും പറയുന്നു വരുമാന സമാഹരണം. ഈ സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധർ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി തന്നെ
ഈ കടമെടുക്കുന്ന തുകയുടെ നല്ലൊരു ഭാഗം അത് ഈ സർക്കാർ ശമ്പളവും പെൻഷനും നൽകാനും നിത്യനിദാന ചെലവിനും വേണ്ടി എടുക്കുന്നു. കടമെടുക്കുന്ന തുക വികസന പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നതാണ്. മാഡവും ഈ ഒരു ഈ കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും അതെ ഗോപികൃഷ്ണൻ. അതെ, ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരള സമ്പദ്ഘടന നിഴലും വെളിച്ചവും. പ്രകാശൻ മാസ്റ്റർക്ക് അതെടുത്തൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ യുക്തിസഹമായി സ്റ്റാറ്റിസ്റ്റിക്സോട് കൂടി തന്നെ ഞാൻ തെളിയിച്ചിട്ടുണ്ട് 87% വരെ കടമെടുക്കുന്നതിൻ്റെ 87% വരെ റവന്യൂ ചെലവിന് വേണ്ടി എടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്ന് എല്ലാവരും ചർച്ച ചെയ്തത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വെറും 13% മാത്രം കടമെടുത്തതിൻ്റെ മൂലധന ചെലവിന് എടുത്തു, ബാക്കി മുഴുവനും റവന്യൂ ചെലവിന് മാറ്റിയെന്നാണ് CAG പറഞ്ഞിരിക്കുന്നത്. CAG കേന്ദ്ര ഗവൺമെൻറ്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. രണ്ട് കൂട്ടരുടെയും കണക്കുകൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ പറയുകയാണ് CAG ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരും മുഷ്ക് കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് സത്യം. ഇപ്പോൾ ഈ ടോൾ പിരിക്കുമെന്ന് പറഞ്ഞത് കിഫ്ബി വഴി എടുത്ത കടം, അതായത് കിഫ്ബിയുടെ ഒരുപാട് ചർച്ച കഴിഞ്ഞെങ്കിലും ഞാൻ പറയുകയാണ്, കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ പിന്നെ CAG പറഞ്ഞു ഇത് ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം അല്ല കടമെടുക്കലിൻ്റെ. 2, ഇത് ഫ്യൂച്ചർ ജനറേഷന് ഒരു ഭാരമാകും. പക്ഷേ മേരി മാഡം, എന്റെ ഒരു ന്യായമായ സംശയം, ബജറ്റിൽ ഉൾപ്പെടുത്താതെ മറ്റ് സ്ഥാപനങ്ങൾ വഴി കടമെടുക്കുന്നു എന്നുള്ളത് വലിയൊരു അപരാധമായി കേരളത്തിന്റെ സർക്കാരിന് മേൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു സവിശേഷത അല്ലല്ലോ മേരി മാഡം. കാരണം ലോകത്തിലെ പല സർക്കാരുകളും ഇതേ രീതിയിൽ തന്നെ ബജറ്റിന് പുറത്ത് എടുക്കുന്നു. ഇപ്പോൾ രാജ്യാന്തര നാണയനിധിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് തന്നെ $1,00,000 കോടി ലോകവ്യാപകമായി ഈ തരത്തിൽ വായ്പകൾ എടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള വികസന പരിപാടികളിലേക്ക് അവർ ആ പണം പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിനെ മാത്രം എങ്ങനെ നമ്മൾ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തും? ഇത് ആകമാനം നടക്കുന്ന ഒരു സംഭവമല്ലേ? അതായത് ഗോപികൃഷ്ണൻ, ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. നേരത്തെ മിസ്റ്റർ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞല്ലോ, അതായത് കേന്ദ്രത്തിന് ഒരുപാട് കൂടുതൽ കടമുണ്ട്. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ 4.4 ആണ് കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതിനേക്കാൾ താഴ്ന്നു നിൽക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അദ്ദേഹം പറഞ്ഞ ഒരു ക്ലെയിമാണത്. പക്ഷേ ഓർക്കുക, കേന്ദ്രം എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും കടഭാരം ഒന്നിച്ചു പേറേണ്ട, ആര് കടക്കണിയിലേക്ക് പോയാലും അവരെ ബെയിൽ ഔട്ട് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേന്ദ്ര ഗവൺമെൻറ്. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹം ഫിസ്ക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് രാജാ ചെല്ലയ്യ, അദ്ദേഹം ദിവംഗതനായി, പക്ഷെ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, അതെടുത്ത് വായിക്കണം. അപ്പം മനസ്സിലാകും 90-91 എങ്ങനെയാണ് ഇന്ത്യ കടക്കണിയിലേക്ക് പോയത്. അതുപോലെ 97-98 ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് വീണ്ടും സംസ്ഥാനങ്ങളൊക്കെ കടക്കണിയിലേക്ക് പോകുമെന്ന ഭയം വന്നപ്പോഴാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. ആ ആക്ട് പറയുന്നതാണ് കടമെടുക്കുന്നത്, വർഷത്തിൽ കടമെടുക്കുന്നത് 3% GSDP-യുടെ, അതുപോലെ സഞ്ചിത കടം 29%. ആ പ്രകാശൻ മാസ്റ്ററുടെ ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ആ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെൻറ്റിലെ ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ നമ്പർ 7. ആ ടേബിൾ നമ്പർ 7 ഒന്ന് നോക്കണം മാസ്റ്റർ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 29% നിജപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് അഥവാ സഞ്ചിത കടം 34.5%. തെക്കേ ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ ഈ 29% മുകളിൽ പോയ സംസ്ഥാനം. അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം ഇങ്ങനെ ഒരു ദുർഗതി വരുന്നത്? അത് കേന്ദ്രം പ്രത്യേകം കേരളത്തിനെ ചവിട്ടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അത് മാത്രവുമല്ല, ഇഷ്ടം പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മോശമായിട്ടാണ് കേരളത്തിന്റെ പെർഫോമൻസ്. പെർ ക്യാപിറ്റ ഇൻകത്തിലും ഒക്കെ ഞങ്ങളങ്ങ് വലിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെർ ക്യാപിറ്റ ഇൻകത്തിൽ 5ാം സ്ഥാനമാണ് കേരളം. അതേ സമയത്ത് ഗോപികൃഷ്ണനും പ്രകാശൻ മാസ്റ്ററും പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ സമ്മതിക്കുകയാണ്. ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞല്ലോ 45% പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ പേരിലാണെന്ന്. അതായത് അതേ ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം,
ഏറ്റവും കുറവ്, ഏറ്റവും പോവർട്ടി ഉള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. എന്തുകൊണ്ടാണ് ബീഹാർ ഏറ്റവും പോവർട്ടി സംസ്ഥാനമായത്? കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? എല്ലാ കാലഘട്ടത്തിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ അവിടെ നിന്ന് റേസ് ചെയ്തതുമായ റവന്യൂ ഒക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തി നഷ്ടപ്പെടുത്തി അവരിപ്പോഴും പോവർട്ടിയിൽ കിടക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെയോ മറ്റു മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളുടെയോ കുഴപ്പമല്ല. അതുകൊണ്ട് ഫിനാൻസ് കമ്മീഷന്റെ നോംസിൽ ഇങ്ങനെ ഒരു അതായത് കേരളം പോലെ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കുറവായി പോകുന്ന, അതായത് 45% പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും മോശമായിട്ടുള്ള സംസ്ഥാനത്തിന് 100 വെയിറ്റേജിൽ 45 വെയിറ്റേജ് ഒറ്റയടിക്ക് കൊടുക്കുക, അത് തീർച്ചയായിട്ടും അധാർമികമാണ്. അതിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്. ശരി മേരി ജോർജ് മാഡം, ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് പുലർത്തുന്ന സമീപനം സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടി പുനരാലോചനകൾ ആവശ്യമാണ് എന്ന് പറയാമെന്ന് തോന്നുന്നു. കാരണം നിരവധി കാര്യങ്ങളിൽ കേരളത്തിൻ്റെ പദ്ധതി വിഹിതം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, കേരളം എത്രത്തോളം വികസന പരിപാടികൾക്ക് വേണ്ടി കടമെടുത്ത പണം വിനിയോഗിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ കേരളത്തിനോടുള്ള സമീപനത്തിൽ എന്ത് മാറ്റം വേണം എന്നതുകൂടി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ഈ കിഫ്ബി റോഡുകളിൽ യൂസേഴ്സ് ഫീ കൊണ്ടുവരാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആലോചന സ്വാഭാവികമായും ബാധിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അത് ഗത്യന്തരമില്ലാതെ സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു മാർഗം എന്ന നിലയിൽ അത് നീതീകരിക്കപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ CPM-ന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ മാത്രമുള്ള ഒരു സമ്മർദ്ദം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. പ്രകാശ മാസ്റ്റർ, ഈ ന്യായം എന്ത് പറഞ്ഞാലും അത് നിലനിൽക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ടാകുമല്ലോ. ഞാൻ മാഷിന് ചില ദൃശ്യങ്ങൾ കാണിക്കാം. മാഷിന് പരിചിതമായ ദൃശ്യങ്ങളാണ്. അതായത് ടോൾ പ്ലാസകളിലെ ടോൾ പിരിവിനെതിരെ CPIM LDF-ഉം ഒക്കെ സമരം നടത്തിയതിൻ്റെ പല സമയങ്ങളിലായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ CPM വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയിൽ 2024 ഡിസംബർ 6-ന് പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിൻ്റെ സമരം ഉണ്ടായിരുന്നു. പന്ന്യങ്കര ടോൾ പിരിവിനെതിരെ DYFIയുടെ സമരം 2024 ജൂൺ 30-ന്. പ്രദേശവാസികൾക്കുള്ള സൗജന്യ പാസ് നിയന്ത്രണത്തിൽ പാലിയക്കര ടോൾ പ്ലാസയിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ കുത്തിയിരിപ്പ് സമരം നടത്തി 2022 ഫെബ്രുവരി 3-ന്. ഇരുമ്പനത്ത് CITU നേതൃത്വത്തിൽ ടോൾ പ്ലാസയ്ക്കെതിരെ സമരം നടത്തിയത് 2014 സെപ്റ്റംബർ 18-ന്. പാലിയക്കര ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ CPM പ്രവർത്തകർ ടോൾ പ്ലാസ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ട് അനുഭവം മാഷിന് ഓർമ്മയുണ്ടാകും. ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആ സമയത്ത് ജനുവരി 20-നായിരുന്നു അത് നടന്നത്. ആ വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ മാത്രമല്ല, ഒരു നഗരസഭയിൽ 3 ടോൾ പ്ലാസകളുള്ള തൃപ്പൂണിത്തുറയിൽ ടോൾ പ്ലാസകൾ പൂട്ടണമെന്നായിരുന്നു 2016-ൽ CPM-ന്റെ മണ്ഡലത്തിലെ പ്രധാന ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മാഷേ, ഈ നടപ്പാതയിൽ ചുങ്കം പിരിക്കുന്നതിനെതിരെ CPM ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അത് ഒഴിവാക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുകയും സമരരംഗത്ത് ജനങ്ങളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ CPM പ്രവർത്തകർ അണിനിരക്കുകയും ചെയ്ത ഒരു അനുഭവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ ജനതയ്ക്ക് മുന്നിലേക്കാണ് കിഫ്ബി റോഡുകൾക്ക് യൂസേഴ്സ് ഫീ ചുമത്താനുള്ള തീരുമാനം സർക്കാർ കൊണ്ടുവരുന്നത്. അത് ബോധ്യപ്പെടുത്താൻ പ്രയാസമല്ലേ പ്രകാശ് മാസ്റ്റർ? ഇവിടെ കിഫ്ബിയുടെ റോഡുകൾക്കുള്ള ടോൾ പിരിവ് എന്നുള്ള ചർച്ചയിൽ അതിനെ ന്യായീകരിക്കാൻ ഒരാളെയും അതിനെ എതിർക്കാൻ 3 പേരെയും കൊണ്ടുവന്നിട്ടുള്ള 24-ന്റെ നിഷ്പക്ഷതയെ ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷകരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഗോപീഷിനോട് എനിക്ക് പറയാനുള്ളത്, 3 പേര്, ചില ഘട്ടങ്ങളിൽ നിങ്ങളും പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾക്ക് മറുപടി പറയാൻ ആവശ്യമായ സമയം എനിക്ക് അനുവദിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ച ഒരു കാരണവശാലും ജനാധിപത്യപരമാവില്ല. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത BJPയുടെ, കോൺഗ്രസിൻ്റെ, പിന്നെ എല്ലാ കാലത്തും മാർക്സിസ്റ്റ് വിരുദ്ധ ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വന്ന മേരി ജോർജിൻ്റെ ന്യായങ്ങളെ സംബന്ധിച്ച് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. 1999-ൽ കിഫ്ബി ആരംഭിച്ച് 2023 വരെ ഏതെങ്കിലും 1 രൂപ കിഫ്ബിയുടെ കടം പൊതു കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? NHIA എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം എടുക്കുന്ന ഏതെങ്കിലും കടം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതു കടത്തിനകത്ത് ഇന്നും ഉൾപ്പെടുന്നുണ്ടോ? അതുപോലെ NHIAയുടെ ടോള് അത് ജനവിരുദ്ധം, അത് ജനങ്ങൾക്ക് അനുകൂലം, ജനങ്ങൾക്ക് വളരെ പാൽപ്പായസം പോലെ സ്വീകരിക്കുന്നു. കേസ് ഇവിടെ കിഫ്ബിയുടെ ടോള് അത് തീവെട്ടിക്കൊള്ളയാണ്. ഇത് സംബന്ധിച്ചിടത്തോളമുള്ള നിലപാടെന്താണ്? ഇത് പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ CPM-ന്റെ ഇത് സംബന്ധിച്ച നിലപാടെന്താണ്? ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല, റോഡിൻ്റെ മേലെ പോകുന്നതിന് ഈ ഫീസ് ഏർപ്പെടുത്തുന്നതിന് CPM-ന് ഒരു താല്പര്യവുമില്ല. ഒരു കാരണവശാലും ശരിയല്ല, കാരണം ഇത് ഗവൺമെൻറ് ചുമതലയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ഏർപ്പെടുത്തേണ്ടി വരുന്നത്? ഇപ്പോൾ റോഡാകെ തന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ ശക്തികൾ കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അതിന് പണം മുതലെടുക്കുന്നില്ല. ആരോഗ്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും.
അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കുന്നു വിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്വകാര്യ മൂലധനത്തിൻ്റെ ലാഭത്തിന് വേണ്ടി രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള എല്ലാ സേവനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്ന നയം നടപ്പിലാക്കാൻ ആരംഭിച്ചത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ ശക്തമായി നടപ്പിലാക്കുന്ന BJP ആണ്. അതിൻ്റെ ദുരന്തം എല്ലാ രാജ്യത്തുള്ള മുഴുവൻ ആളെയും ബാധിക്കും, കേരളത്തിലെ ജനങ്ങളെയും ബാധിക്കും. ഇനി കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറയാം. കിഫ്ബിക്ക് ഇപ്പോൾ ഈ കാര്യം ഏർപ്പെടുത്തിന് വന്നത് എന്തുകൊണ്ടാണ്? NHIAക്ക് കൊടുക്കുന്ന പോലെ ഒരു പരിഗണന എന്തുകൊണ്ട് കിഫ്ബിക്ക് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചതിന് കേന്ദ്രം പറഞ്ഞ മറുപടി എന്താ? NHIA സ്വന്തമായി ലാഭം ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ കിഫ്ബി സ്വന്തമായി ലാഭം ഉണ്ടാക്കുന്നില്ല. എങ്ങനെ NHIA ലാഭം ഉണ്ടാക്കുന്നത്? ടോൾ വാങ്ങിയിട്ടാണ്. അതുകൊണ്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് കിഫ്ബിയെ മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. പറയുന്ന ആരാ? കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റുമാണ്, BJP ആണ്. ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ, വരുമാനം സംബന്ധിച്ച് പറഞ്ഞല്ലോ, തുച്ഛമായ വരുമാനമേ ഉള്ളൂ. പെട്രോളിയത്തിൻ്റെ സെസ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ടിൻ്റെ രംഗത്തെല്ലാമുള്ള ചെറിയ നികുതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കിഫ്ബിയെ ഒരു സ്ഥാപനമായി അനുവദിക്കണമെങ്കിൽ തന്നെ അതിന് ലാഭകരമായ നിലക്ക് നിൽക്കണം എന്ന് പറയുന്നു കേന്ദ്ര ഗവൺമെൻറ്. നടപ്പാക്കി നിർബന്ധിക്കപ്പെടുകയാണ്. അത് നടപ്പാക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന കേട്ട തോന്നുക തീരുമാനമായിട്ട് എടുത്തു എന്നാൽ ഇതുവരെ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം എടുത്തില്ലല്ലോ, ആലോചന മാത്രമേ നടക്കുന്നുള്ളൂ. ആലോചനയുടെ സമയത്ത് തന്നെ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് നമ്മുടെ NHലുള്ള ഈ പറയുന്ന ടോൾ എന്ന് പറയുന്നത് ഓടിയാലും ഓടിയില്ലെങ്കിലും ഫീസാണ്. അങ്ങനെ ഒരു കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കാരണവശാലും ആലോചിക്കില്ല. എത്ര ദൂരമാണോ പിന്നിടുന്നത് അതിന് മാത്രമേ ടോൾ ഉണ്ടാവൂ. 2, തദ്ദേശവാസികൾക്ക് ടോൾ ഉണ്ടാവില്ല. ഇരുചക്ര വാഹനങ്ങൾക്ക് ടോൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മുച്ചക്ര വാഹനങ്ങൾക്ക് ടോൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. 50 ലക്ഷം വരെയുള്ള റോഡുകൾക്ക് ടോൾ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് പരമാവധി ദ്രോഹം ഒഴിവാക്കത്തക്ക നിലക്ക് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക എന്നല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും കിഫ്ബി എടുക്കുന്ന കടം. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ബജറ്റേതര കടമാണ് എല്ലാ കാലത്തും. ആര് പറഞ്ഞു? ഈ കേരളത്തിൽ ഇപ്പോൾ 2 കാര്യങ്ങളെ സംബന്ധിച്ചപ്പോൾ നമ്മുടെ BJPയുടെ അഡ്വക്കേറ്റ് പറഞ്ഞു. ഇവിടെ കേരളത്തിലുള്ള കിഫ്ബി എടുക്കുന്ന കടവും അതുപോലെ തന്നെ പെൻഷൻ ബോർഡ് എടുക്കുന്ന കടവും ബജറ്റേതര കടമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും, ഇന്ന് നമ്മൾ നേരത്തെയുള്ള കാര്യം വിട്ടേക്ക്, ഇന്ത്യയിൽ എവിടെയെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകൾ എടുക്കുന്ന ഈ ബജറ്റേതര കടങ്ങൾ സംസ്ഥാനത്തിന്റെ പൊതു കടമായി പരിഗണിച്ച ഒരൊറ്റ സ്റ്റേറ്റിന്റെ പേര് പറയട്ടെ അദ്ദേഹം? അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ 2 സ്ഥാപനങ്ങൾ എടുക്കുന്ന കടം അത് ബജറ്റേതര കടമല്ല പൊതു കടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ കത്തയച്ചതുകൊണ്ട് BJPക്കാരും കോൺഗ്രസ്സുകാരും ആലോചിച്ചു. പിണറായി വിജയന്റെ ഗവൺമെന്റ് 2ാമത് അധികാരത്തിൽ വന്നത് 2 കാരണം കൊണ്ടാണ്. 1, വികസനത്തിൽ കാണിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ജാഗ്രത. 2, ഈ ഗവൺമെന്റ് കാണിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത് 2 ഇല്ലാതാക്കണം. 2 ഇല്ലാതാക്കണം. എന്ത് വേണം? ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ അടിവേറുക്കണം. അപ്പോൾ കിഫ്ബിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ പെൻഷൻ ബോർഡിന് പണം എടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പാടില്ല. ഇതല്ലേ നിലപാട്? ഈ രാജ്യത്ത് 75 കൊല്ലക്കാലമായിട്ട് ബജറ്റേതര കടങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി അത് പൊതുകടമല്ലാതെ എടുക്കാൻ എല്ലാ സ്റ്റേറ്റുകൾക്കും അധികാരമുണ്ട്. നിഷേധിക്കല്ലേ കേരളത്തോട്? ഒരു ഭാഗത്ത് കേരളത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇവിടെ കേരളത്തിലെ പദ്ധതികൾ, ഇപ്പോൾ കേരളത്തിൽ ഏത് പദ്ധതിയാണ് കിട്ടാതിരിക്കുന്നത്? ഞാൻ ചോദിക്കും, ഏത് ഞാൻ ഒന്ന് ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ മാഷ്, അതൊരു ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമായിട്ടൊന്നും മാഷ് കാണരുത്. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഈ പദ്ധതിയുടെ 50% വെട്ടിക്കുറയ്ക്കാനുള്ള ആലോചനകളില്ലേ മാഷെ? ഇപ്പൊ ഏതാണ്ട് 10% ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. നമ്മുടെ ഗതികേട് കൊണ്ടായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ കടമെടുക്കുന്ന പണം ഏത് നിലയിൽ ചെലവഴിക്കപ്പെടുന്നു? അത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ഞാൻ പറഞ്ഞത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ക്ഷേമ പെൻഷനും കൊടുക്കാനാണോ ചിലവഴിക്കേണ്ടത്? അതോ വികസന പരിപാടികൾ, പദ്ധതികൾ നടപ്പാക്കി അതിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണോ എന്ന് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത് കേരളത്തിന്റെ ഈ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ മാഷേ? അതിന് സംസ്ഥാന സർക്കാർ ആ ധനകാര്യ മാനേജ്മെന്റ് എങ്ങനെ നടത്തുന്നു എന്ന് മറുപടി പറയണ്ടേ മാഷേ? അതല്ലേ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ആ ചോദ്യം അല്ലല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യം അടക്കമാണ് ഉന്നയിക്കുന്നത്. ഗോപികൃഷ്ണന് ഇപ്പോൾ 25,000 രൂപ പണം കിട്ടുന്നു, ശമ്പളം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 25,000 രൂപ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നാളെ അത് 20,000 കുറച്ചു. സ്വാഭാവികമായിട്ടും അതിൽ ഗോപികൃഷ്ണനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. 20,000 രൂപ കിട്ടിയാൽ ചെലവ് കുറക്കേണ്ടി വരുമല്ലോ. അതിന് കുറ്റപ്പെടുത്തുന്നത് ആരെയാ? ഗോപികൃഷ്ണന്റെ പണം 25,000 നിന്ന് 20,000 കുറച്ചതിനെ അവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. നിർഭാഗ്യവശാൽ നിങ്ങളാരെ കുറ്റപ്പെടുത്തുന്നത്? കേരളത്തിന്റെ ധനസ്രോതസ്സുകൾ വെട്ടിക്കുറക്കുന്ന കേന്ദ്രത്തോട് നിങ്ങൾക്ക് മമതയാണ്. അവരെ സംബന്ധിച്ച് മിണ്ടാൻ നിങ്ങൾക്ക് നട്ടല്ലില്ല. നിങ്ങൾ മിണ്ടുന്ന ആർക്ക് വേണ്ടിയാ? അവർക്ക് വേണ്ടിയാണ്. ഇവിടെ ഈ പറയുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിൽ എത്തിച്ചതിനെ പറ്റി നിങ്ങൾക്ക് ചർച്ചയുണ്ടോ? ഞാനൊന്ന് ഇടപെടുകയാണ് മാഷെ. അബിൻ വർക്കി ഇതിനൊരു മറുപടി. അബിൻ, ഇതൊരു ന്യായമായ ഒരു സ്ഥിതി വിവര കണക്കല്ലേ?
ഏതാണ് ശ്രീ ഗോപികൃഷ്ണൻ? ഇപ്പൊ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ കാര്യം. പ്രകാശൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് ഏത് കാലഘട്ടത്തിലാണ് കിഫ്ബി മസാല ബോണ്ട് എടുത്തു തുടങ്ങിയത്? ഈ കിഫ്ബി മസാല ബോണ്ടും വിദേശ വായ്പയും ഒക്കെ എടുത്തു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലല്ലേ പ്രകാശ് മാസ്റ്ററെ? അത് മാത്രമാണോ? ഈ മസാല ബോണ്ട് എടുക്കുമ്പോൾ തന്നെ അന്ന് അവൈലബിളായ പലിശ എന്ന് പറഞ്ഞാൽ 7.82%. നമ്മൾ 9.72%. ഇവിടുന്ന് മുഖ്യമന്ത്രി, നിങ്ങൾ ഈ സാമ്രാജ്യത്വത്തിനെയൊക്കെ എതിർക്കുന്ന ആ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് എടുത്തത്. ആ മസാല ബോണ്ട് ഉൾപ്പെടെ ഈ കിഫ്ബിക്ക് വേണ്ടി എടുക്കുന്നത്, ഇത്രയും വലിയ മേജർ പ്രൊജക്റ്റുകളിലേക്ക് ഈ പണം സ്വരൂപിക്കുന്നത് ഇത് 2016 ശേഷമല്ലേ? അപ്പോൾ ഈ പൊതുകടത്തിലേക്ക് ഇത് വരും എന്നുള്ള കാര്യം അന്ന് തന്നെ വളരെ വ്യക്തമാണ്. കാരണം മസാല ബോണ്ട് ഉൾപ്പെടെ വിദേശ വായ്പകൾ എടുത്തു കഴിഞ്ഞാൽ അത് പൊതുകടത്തിൽ വരുമെന്ന് അന്ന് എത്രയോ തവണ പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞപ്പോൾ തന്നെയല്ലേ അതിൻ്റെ അനുബന്ധമായി അന്ന് UDFൻ്റെ MLAമാർ 2019 ജൂൺ മാസം 14 സംസ്ഥാന നിയമസഭയിൽ ചോദിച്ചു, ഇങ്ങനെ പൊതുകടമായിട്ട് വരുമ്പോൾ അധിക ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യൂസർ ഫീയോ ടോളോ മേടിക്കുമോ? ഇതായിരുന്നു ചോദ്യം. പ്രകാശ് മാസ്റ്റർ ഓർക്കുന്നില്ല, ഇല്ലെങ്കിൽ ആർക്കൈവ്സിലുണ്ടല്ലോ 24ൻ്റെ അന്നത്തെ ധനകാര്യമന്ത്രിയായ ശ്രീ തോമസ് ഐസക്കിൻ്റെ ആൻസർ ഇന്നും ഇപ്പോഴും അവൈലബിൾ ആണല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ? അസന്നിഗ്ധമായി പറഞ്ഞു, അങ്ങനെ ടോൾ പിരിക്കില്ല, അങ്ങനെ ഒരു യൂസർ ഫീ മേടിക്കില്ല, അങ്ങനെ ഒരു അധിക ബാധ്യത ജനങ്ങളുടെ മേൽ വരുത്തില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ അന്ന് വികസന വിരുദ്ധർ എന്നും പറഞ്ഞ് കളിയാക്കിയ നിങ്ങൾ തന്നെയല്ലേ പ്രകാശ് മാഷെ ഇപ്പം ടോൾ മേടിക്കാൻ പോകുന്നത്? അതുമാത്രമാണോ? ഇപ്പോൾ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവിനെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ പിരിവും ഘട്ടം ഘട്ടമായി ഒഴിവാക്കണം എന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പെട്രോളിന് കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് CRF ഫണ്ടുകളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വരുന്നത്. അപ്പോൾ തന്നെ നിരവധി, അതായത് നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ എടുക്കുന്നു, പെട്രോളിയം സെസ് എടുക്കുന്നു, മോട്ടോർ വെഹിക്കിൾ ടാക്സ് എടുക്കുന്നു, വിദേശ വായ്പകൾ എടുക്കുന്നു. അതായത് നമ്മുടെ മേൽ എത്രമാത്രം നികുതിയാണ്? ഒരു നികുതിയല്ല, 2 നികുതിയല്ല, 3 നികുതിയല്ല, 4 നികുതിയാണ് ഒരൊറ്റ ഫണ്ടിൻ്റെ പേരിൽ ഇവിടെ മേടിക്കുന്നതെന്ന് പറയുമ്പോൾ 5ാമതൊരു യൂസർ ഫീ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്ത് ന്യായം? നിങ്ങൾ ആരോടാണ് ഈ ന്യായം പറയുന്നത്? അത് ഈ ധനകാര്യ പ്രതിസന്ധി എന്ന് നിങ്ങൾ സർക്കാർ പറയുമ്പോൾ ഈ നാട്ടിൽ സാധാരണക്കാരന് വലിയ റിച്ച്നെസ്സിലാണല്ലോ, അവർ വലിയ ആഡംബരത്തിലാണല്ലോ ജീവിക്കുന്നത്. അവർക്കും ധനകാര്യ പ്രതിസന്ധിയാ മാഷേ. കാരണം എന്താ? കേരളത്തിലെ കിഫ്ബി റോഡുകളിലെ 30% 50 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ ടോൾ കൊടുക്കേണ്ട, 1ഉം 2ഉം ടോൾ കൊടുക്കേണ്ട ഗതികേട് ഒരു സാധാരണ മലയാളിക്ക് വരുമെന്ന് നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ ഒരു പ്രതികരണം സമയം. നമ്മുടെ രാജ്യത്തെ പൊതുകടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നയത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമത്തെ സംബന്ധിച്ചും യാതൊരു ധാരണയുമില്ലാത്ത രീതിയിലാണ് ബഹുമാനപ്പെട്ട പ്രകാശ് മാഷ് അടക്കമുള്ള ആളുകൾ ഈ തരത്തിലുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. രാജ്യത്തെ പൊതുകടത്തിൻ്റെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 പ്രകാരം നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനം ഏത് കടമെടുത്താലും അത് ബജറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ബജറ്റിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും അത് പൊതുകടത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് നമ്മുടെ നിയമത്തിൻ്റെയും പോളിസിയുടെയും ഭാഗമാണ്. 3% കൂടുതൽ ടോട്ടൽ വരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടമെടുക്കാനൊരു സംസ്ഥാനത്തിന് കഴിയില്ല. കേരളം നിലവിലെടുത്തിട്ടുള്ളത് 3.5%. അപ്പോൾ പൊതുകടത്തിൻ്റെ അപ്പുറത്തെടുക്കുകയും അതോടൊപ്പം തന്നെ 2 കമ്പനി, ഒന്ന് കിഫ്ബി, മറ്റൊന്ന് പെൻഷൻ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള കമ്പനി, ഈ തരത്തിൽ 2 കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് അനിയന്ത്രിതമായി കടമെടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. അതും വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു സംഭവമായി മാറാൻ പോകുന്നു. ശ്രീകൃഷ്ണദാസ്, ഏതായാലും പറയുന്ന കാരണങ്ങൾ എന്താണെങ്കിലും അതിൽ ന്യായമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധാരണ ജനങ്ങൾക്കു മേൽ അധിക നികുതി ഭാരം ഏൽപ്പിക്കുന്നതിന് സമമാണ് കിഫ്ബി റോഡുകൾക്ക് ചുങ്കം ചുമത്താനുള്ള തീരുമാനം. അത്തരം ആലോചനകൾ തീരുമാനമായിട്ടില്ല എന്നിപ്പോൾ പറയുന്നുണ്ടെങ്കിലും പ്രകടമായും അത് ഇടതുപക്ഷ നയത്തിന് വിരുദ്ധവും സംസ്ഥാനത്തെ ജനങ്ങളെ ദോഷമായി ബാധിക്കുന്ന ഒരു പ്രശ്നവുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഒരു പോംവഴിയിലൂടെ പണം കണ്ടെത്താൻ സർക്കാരിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. അതോടൊപ്പം ഈ നയം മാറ്റത്തിന് ഒരു രാഷ്ട്രീയ വിശദീകരണം നൽകാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.